ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇനി ലൈവിൽ മിക്കവാറും കണ്ടന്റുകളുടെ ബഹളമായിരിക്കും. പ്രത്യേകിച്ച് വലിയ എന്താ പറയുന്നത് ആ സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല. നമ്മുടെ പുറത്തായി പോയ കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ അവരോരോ കാര്യങ്ങൾ പറയുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പല കണ്ടന്റുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജാൻമണി നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ അഭിഷേകിന് ബോസേട്ടൻ ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, എല്ലാവരും ഈ ഒരു എന്താ പറയുന്നത് കിച്ചൻ്റെ ഏരിയയിൽ നിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ജിൻഡോയോ, ജാസ്മിന്, അഭിഷേക്, ഋഷി എല്ലാവരും അങ്ങനെ ചുറ്റും കൂടി നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് പുറത്ത് എന്ത് നടക്കുന്നു, എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും അതെങ്ങനെ ചോദിക്കണം, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഓർത്ത് നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ അഭിഷേകിന് കുറച്ച് ആകാംക്ഷ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ പോയി പയ്യെ നൈസായിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി നോക്കുകയാണ് അഭിഷേക്. ഇത് തുടക്കത്തിൽ തന്നെ വെട്ടിക്കളയണമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അവിടെ പുറത്തെത്തും. നമുക്കറിയാവുന്ന കാര്യമാണ്, ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എത്തിച്ചതിന് ശേഷം മാത്രമേ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തുടക്കം തന്നെ വാണിംഗ് കൊടുക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വേറൊന്നുമല്ല, ബിഗ് ബോസ് നമ്മുടെ അഭിഷേക് ജാൻമണിയോട് ചോദിക്കുന്ന ആ ഒരു സമയം തന്നെ വിളിച്ച് പറയുന്നുണ്ട്, അഭിഷേക് പുറത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. തുടക്കം തന്നെ അങ്ങനെ ഒരു വാണിംഗ് കൊടുത്ത് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ്. എന്തൊക്കെ ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ വാണിംഗ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന 10-20 പേരും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ എത്തിക്കഴിയുമ്പം പല കാര്യങ്ങളും എല്ലാവരും അറിയും. ബിഗ് ബോസ് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും വാണിംഗ് കൊടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ ബിഗ് ബോസിൻ്റെ എട്ടപ്പാട് തെറിയുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഒറ്റ വാണിങ്ങിലൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതെന്നും കാണണം. എല്ലാവർക്കും ഈ ഒരു വാണിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. പറയുന്നതിന് മുമ്പ്, പറയാൻ തുടങ്ങുന്നതിന് മാത്രമായിരിക്കരുത്, പറയുന്നതിന് മുമ്പ് തന്നെ വാണിംഗ് കൊടുക്കണം. അത് നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ വാണിംഗ് കൊടുക്കും, അതുപോലെ തന്നെ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തും എന്നതൊക്കെ നമുക്കൊന്ന് നോക്കണം. പലരും വരുന്നുണ്ടല്ലോ, ബിഗ് ബോസിന് വേണ്ടപ്പെട്ടവർക്ക് ആവശ്യമുള്ള വാണിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും അഭിഷേകിൻ്റെ തുടക്കം തന്നെ ഒരു വാണിംഗ് കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി വാണിങ്ങുകളുടെ ദിവസമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.